ഹലോ ഗായ്സ്, ഇന്നൊരു മിനി വ്ലോഗ് കണ്ടാലോ? ഞങ്ങളുടെ ക്ലാസ്സിലെ അശ്വിന്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കല്യാണം ഞങ്ങൾക്കൊരു മിനി ടൂർ ആയിരുന്നു. പിന്നെ അധികം ആരും മിസ്സാക്കിയില്ല, പറ്റുന്നവരെല്ലാരും വന്നു. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുള്ള ഓരോ റീൽസ് പരിപാടികളാണേ. ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോസാ, പക്ഷെ ഇപ്പോഴും അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. ട്രെൻഡി റീൽസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കോ? അങ്ങനെ ഓരോരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി. നമ്മളെങ്ങോട്ടാ പോകുന്നത്? അശ്വിന്റെ ചേച്ചിയുടെ കല്യാണത്തിന്. നമ്മളെങ്ങോട്ടാ പോകുന്നത്? അശ്വിന്റെ ചേച്ചിയുടെ. ഇത് കാണുമ്പോ തന്നെ അറിയാലോ, അന്താശ്ശേരിയാണേ. ഞങ്ങളുടെ അലപ്പ് കാരണം ആ ട്രെയിനുള്ള ആർക്കും ഉറങ്ങാൻ പറ്റിയില്ല. ഞങ്ങളൊട്ട് ഉറങ്ങിയതും ഇല്ല. ഈ കല്യാണത്തിന്റെ സ്പോട്ട് എന്ന് പറയുന്നത് ഇടുക്കിയാണേ. അറിയാലോ, അങ്ങോട്ട് ട്രെയിനൊന്നും ഇല്ല. പിന്നെ നമ്മൾ ആലുവ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. ആലുവ എത്തിയിട്ട് നേരെ മുരിക്കാശ്ശേരി പോയി. അവിടെ അന്നയുടെ വീട്. അങ്ങനെ ഈവനിങ് ഉള്ള ഫംഗ്ഷന് വേണ്ടി റെഡിയായി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മധുരം വെപ്പെന്നെന്തോ അതിന് പറയുന്നത്. എന്തായാലും ഞാനത് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്തായാലും ഉണ്ടായിരുന്നു. ഒരു 7 മണി ആയപ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് ചെന്നിരുന്നു. അവിടെ ഫുള്ള് പാട്ടും ഡെക്കറേഷനും കുറെ സീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പരിപാടിയെ പറ്റി ഐഡിയ ഇല്ല, എന്തായാലും കണ്ടു നോക്കാം. ഈ മധുരം വെപ്പെന്ന് പറയുമ്പോൾ തന്നെ മധുരം കൊടുക്കട്ടെ എന്ന് ചോദിക്കൽ പരിപാടിയാണെന്ന് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. പെണ്ണിന് ചെക്കനും മധുരം കൊടുക്കുമ്പോൾ ചോദിച്ചിട്ട് കൊടുക്കുന്ന പരിപാടി എന്തോ ആണ്. ഇവരുടെ നാട്ടിൽ ഈ കല്യാണമൊക്കെ ഒരു വെറൈറ്റി രീതിയിലാണേ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. പിന്നെ കുറച്ചു നേരം അങ്ങോട്ട് ഡാൻസ് ആയിരുന്നു. ഇതായിരുന്നു കല്യാണ പെണ്ണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവരും എല്ലാവരും ഒരുമിച്ചുള്ള ഡാൻസ് ആയിരുന്നു. പിന്നെ ചെറുക്കനും ടീമും വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു അവരെ സ്വീകരിച്ചത്. അങ്ങനെയൊക്കെയായിരുന്നു അവിടുത്തെ പരിപാടികൾ. ചെക്കനും ടീമും വന്നു കഴിഞ്ഞൊരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് ഫുഡും കഴിച്ചു. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. പിറ്റേ ദിവസം മോർണിംഗ് പള്ളിയിൽ വെച്ചിട്ടാണ് എൻഗേജ്മെന്റ്. മധുരവെപ്പ് കഴിഞ്ഞ് ഇന്ന് പള്ളിയിൽ വെച്ചിട്ടാണ് എൻഗേജ്മെന്റ്. അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക. റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഷോ ഓഫ് മസ്റ്റ് ആണേ. റെഡിയായി കഴിഞ്ഞാൽ അന്നയുടെ അമ്മയെ കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലായിരുന്നു. അവിടുന്ന് നേരെ പള്ളിയിലെത്തി എൻഗേജ്മെന്റ് ഒക്കെ കൂടി ക്ലാസ്സിൽ എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. ഈവനിങ് ആയപ്പോഴേക്കും അന്നയുടെ അച്ചാച്ച ഞങ്ങളൊരു റിസോർട്ടിലേക്ക് കൊണ്ടുപോയി. അതിന്റെ പേര് ആര്യൻ സ്കീത്ത് ഹൗസ് എന്നാണ്. കള്ളിപ്പാറ റിസോർട്ട് എന്നും പറഞ്ഞു. ഒരു വൈൽഡ് ഫീൽ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് എൻട്രി തന്നെ. പിന്നെ അങ്ങോട്ട് കുറച്ച് ആനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കുതിരയും പിന്നെ മറ്റേ നമ്മുടെ ഈ അരയിന്നും ഉണ്ടല്ലോ, അതിനെയൊക്കെ കണ്ടിരുന്നു. പിന്നെ അവിടുന്ന് മുകളിലേക്ക് കുറച്ചും കൂടെ നടക്കുമ്പോഴത്തേക്കും ഫുള്ള് തേയിലത്തോട്ടം. ഒരു 6 o'clock ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെന്നത്. അപ്പോഴേക്കും അവിടെ ഫുള്ള് കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു, തണുത്ത കാറ്റും. പിന്നെ ഇതിനകത്ത് തന്നെ കഫേ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എവിടെ പോയാലും ഫോട്ടോസ് വേണമല്ലോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പൊ ഇതിന്റെ ബാക്കി നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.